വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ്. വടകര ടൗൺ ഹാളിൽ എം സുധാകരന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തക പ്രകാശന വേളയിൽ നിരൂപകനായ കെ വി സജയ് സംസാരിക്കുന്നു. ഈ പുസ്തകത്തിലൂടെയാണ്, ഈ തിരഞ്ഞെടുത്ത കഥകളിലൂടെയാണ് മൂത്തേട്ടൻ എം സുധാകരൻ എന്ന എഴുത്തുകാരൻ്റെ ചില കഥകളെ ഇവിടെ സവിശേഷമായി പരാമർശിച്ചു. മറ്റ് ചില തരം കഥകളാണ് ഒരുപക്ഷെ എന്നെ ഈ കഥാകൃത്തിലേക്ക്, ഈ കഥാപുസ്തകത്തിലേക്ക് ആകർഷിച്ചത്. വളരെ വിഷാദിയായ ജീവിതത്തെ അങ്ങേയറ്റത്തെ നിസ്സഹായതയോടുകൂടി, നിരർത്ഥകതയോടുകൂടി വീക്ഷിക്കുന്ന ചില കഥകളുണ്ട് ഈ സമാഹാരത്തിൽ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എം സുധാകരൻ എഴുത്തുകാരൻ്റെ ഒരു ജീവിത സമീപനം തന്നെ അതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാലത്തെ സ്വാധീനിച്ച അസ്തിത്വ ദാർശനികതയുടെയും ഫലമായിക്കൊള്ളണമെന്നില്ല, സഹജമായ ജീവിതത്തോട് ഒരുതരം താല്പര്യരാഹിത്യം, ജീവിതത്തോട് പൊരുത്തപ്പെടാനുള്ള സന്നദ്ധതയില്ലായ്മ, ജീവിതത്തെ അതിൻ്റെ എല്ലാ ശൂന്യതയോടും കൂടി, എല്ലാ മ്ലാനതയോടും കൂടി, എല്ലാ ദുഃഖാത്മകതയോടും കൂടി അഭിമുഖീകരിച്ച ഒരു കഥാകാരനായിരുന്നു എം സുധാകരൻ എന്ന് ഈ കഥകളെ മുൻനിർത്തി പറയാൻ ഞാൻ ഇഷ്ടപ്പെടും. കഥ കാണാൻ ഈ സമാഹാരത്തിൽ രണ്ട് പൂച്ചകളുടെ കഥയാണ്, രണ്ട് പൂച്ചകളുടെ ദാമ്പത്യത്തിൻ്റെ കഥയാണ്. ഈ ദാമ്പത്യം ക്രമേണ വിരസമായി മാറുന്നു, അവരുടെ ഇരതേടലും ഇണചേരലും ക്രമേണ വിരസമായി മാറുന്നു. ഈ രണ്ട് പൂച്ചകൾക്കും വയസ്സാകുന്നു, അവർ വിരൂപരാകുന്നു, അവർ നായാടി അവർക്ക് അവർ ഇരപ്പെടുത്തിക്കൊണ്ടിരുന്ന എലികളും വൃദ്ധരായിത്തീരുന്നു. എലികളുടെ വംശം തന്നെ പെറ്റിയേറ്റു പോകുന്നു. അവസാനത്തെ എലിയെ, ആ എലി വളരെ സ്വമനസാലയാണ്, സ്വമേധയായി ഈ പൂച്ചയ്ക്ക് ഇരപ്പെടാൻ വേണ്ടി വൃദ്ധനായ ആ എലി ഈ പൂച്ചയുടെ അരികിലേക്ക് മാളം ഇട്ടിറങ്ങി വരുന്നു. ആ പൂച്ചയെ കൊന്ന് തൻ്റെ ഭാര്യ ആയ, തൻ്റെ ഇണയായ ആ പൂച്ചക്കരികിലേക്ക് വരുമ്പോൾ ഈ പൂച്ച കാണുന്നത് തൻ്റെ ഇണ വൃദ്ധയായ, വിരൂപയായി കഴിഞ്ഞ തൻ്റെ ഇണ മരിച്ചു കിടക്കുന്നു. ഈ കഥയിലെ അവസാന വാക്യമാണ് എന്നെ സവിശേഷമായി ആകർഷിച്ചത്. തൻ്റെ പ്രിയതമയുടെ ജഡത്തിനരികിൽ ഇരുന്നുകൊണ്ട് ആ പൂച്ച തൻ്റെ അവസാനത്തെ അത്താഴം കഴിച്ചു. ആ എലിയെ ഈ ആസന്നമരണനായ, ജീവിച്ചിരിക്കുന്ന ഏകാഗിയായ ആ പൂച്ച തന്നെ ഭക്ഷിക്കുന്നു. തൻ്റെ ഇണയുടെ നിശ്ചേഷ്ടമായ ശരീരത്തിനരികിലിരുന്ന ആ പൂച്ച തൻ്റെ അവസാനത്തെ അത്താഴം കഴിച്ചു. എത്ര മ്ലാനമാണ്, എത്ര ഇരുണ്ടതാണ് ഇത്തരം ഒരു കഥ അവതരിപ്പിക്കുന്ന ഭാവലോകം എന്ന് നോക്കുക. ഇങ്ങനെ ജീവിതത്തെ വളരെ നിരാശനായി, ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനായി വീക്ഷിച്ചിരുന്ന ഒരു കഥാകൃത്തിൻ്റെ എഴുത്തുകളാണ് ഈ സമാഹാരത്തിലെ പ്രധാനപ്പെട്ട ചില കഥകളെങ്കിലും. ഒരു മരണ വീട്ടിലെ നമ്മൾക്കെല്ലാം പരിചയമുള്ള സംഭവവികാസങ്ങളാണ്. അതിൻ്റെ നിരർത്ഥകത, അതിൻ്റെ പ്രഹസന സ്വഭാവം, മരിക്കുന്ന ആളുടെ നിസ്സഹായത, തൻ്റെ ശരീരം ജീർണിക്കുന്ന, തൻ്റെ ജീവൻ ജീർണിക്കുന്നതിൻ്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങുന്ന ഒരാളുടെ വലിയ ദുരന്ത നിസ്സഹായത, മരണാനന്തരം ആ വീട്ടിൽ അരങ്ങേറുന്ന വളരെ പൊള്ളയായ ദുഃഖ പ്രകടനങ്ങളുടെ പ്രഹസന സ്വഭാവം, ഇതെല്ലാമാണ് നമ്മൾ ഈ കഥയിൽ വായിക്കുക. ഒരുപക്ഷെ വളരെ സിനിക്കലായി ജീവിതത്തെ വീക്ഷിച്ചിരുന്ന, അങ്ങനെ ഒരു ശിക്ഷണം ജീവിതത്തിൽ നിന്ന് തന്നെ കൈവന്ന, ഇവിടെ പലരും സൂചിപ്പിച്ച ജീവിത സാഹചര്യങ്ങളാൽ തന്നെ കൈവന്ന ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീ എം സുധാകരൻ. ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ ഞാനും എൻ്റെ കഥകളും എന്ന പേരിൽ ഒരു കുറിപ്പുണ്ട് കഥാകാരൻ്റെ, വളരെ ചെറിയ കുറിപ്പാണ്. അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കഥാകൃത്ത് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. വളരെ ഈ കഥകളിലേക്കുള്ള താക്കോൽ വാക്യങ്ങൾ എന്ന നിലയിൽ വിലപിടിച്ചവയാണ് ആ ചെറിയ കുറിപ്പിലെ ചില നിരീക്ഷണങ്ങൾ എന്നത് വായിക്കാം. ലൗകികമായി ലോകത്തോട് സ്നേഹമായിരിക്കാൻ സാധ്യമല്ല. ഒരു കഥാകൃത്തിൻ്റെ ജീവിത ബോധത്തിൻ്റെ പ്രഖ്യാപനമാണ്. ലൗകികമായി ഈ ലോകത്തോട് സ്നേഹമായിരിക്കാൻ സാധ്യമല്ല, രാജിയാവാനും സാധ്യമല്ല. ബാഹ്യലോകം വീർപ്പുമുട്ടിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിൻ്റെ വീർപ്പുമുട്ടൽ അങ്ങേയറ്റം അനുഭവിച്ച ഒരാളുടെ സത്യവാങ്മൂലം പോലെയാണ് ഈ എഴുത്ത്. ബാഹ്യലോകം വീർപ്പുമുട്ടിക്കുന്നു. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത ഒരു ജോലി ചെയ്താണ് ജീവിതവൃത്തി കഴിക്കുന്നത്. ഇത് അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ആളുകൾ പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അഥവാ നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യവുമാണല്ലേ. നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലി അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ സർഗാത്മകതയെ പുലർത്തുക, മറ്റൊരു ലോകം സങ്കല്പിക്കുക, ഇങ്ങനെ സങ്കല്പിച്ച് ജീവിതത്തെ ജീവിതവ്യമാക്കി തീർക്കുന്നവരാണ് ഒട്ടുമുക്കാലും മനുഷ്യരും.
മഹാകവി വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, വർക്കത്ത് കെട്ട താറാവ് എന്ന പേരിൽ. താറാവുകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു അരയന്നത്തിൻ്റെ കുഞ്ഞിനെ പറ്റിയാണ്. പക്ഷേ താറാവുകൾ മറ്റൊരു താറാവായാണ്, ഏറ്റവും മോശപ്പെട്ട താറാവായാണ്, ഏറ്റവും ലക്ഷണം കെട്ട താറാവായാണ് ഈ അരയന്നത്തിൻ്റെ കുഞ്ഞിനെ കാണുക. കാരണം താറാവിൻ്റെ സൗന്ദര്യ ലക്ഷണങ്ങളൊന്നും ഈ അരയന്നത്തിനില്ല. നീണ്ട കഴുത്താണ്, വലിയ ചിറകുകളാണ്, പറക്കാനും സാധിക്കും. അതുകൊണ്ട് ഏറ്റവും ലക്ഷണം കെട്ട വിരൂപനായ താറാവായാണ് മറ്റു താറാവുകൾ ഈ പാവ അരയന്നത്തെ കാണുക. ഈ അരയന്നം വീണ്ടും അരയന്ന കൂട്ടം ആ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ താനും ഒരു അരയന്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം ആഹ്ലാദപൂർവ്വം പറന്നുയരുന്നതായാണ് ഈ കവിത അവസാനിപ്പിക്കുക വൈലോപ്പിള്ളി.